നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനമായിട്ട് എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് 2023 ഒക്ടോബറിലാണല്ലേ. അപ്പോൾ അതിനാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ വന്നത് 2024 ജനുവരി തന്നെ അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തു. അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവിടെ 2025 24 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നില്ല, 25 ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നില്ല. നോട്ടിഫിക്കേഷൻ വരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കഴിഞ്ഞ ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ വീണ്ടും ചെറിയൊരു ഒബ്ജക്ഷൻ ഒക്കെ നടന്നതിന് ശേഷം വീണ്ടും ആൻസർ കീ ചലഞ്ച് ചെയ്തിട്ട് കുറെ പേര് ആ ആൻസർ കീയിൽ വീണ്ടും റിവിഷൻ നടത്തി. അപ്പൊ അതിൽ കുറെ പേര് എന്ത് ചെയ്യാം, ഔട്ടായി, കുറെ പേര് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, വോയിസ് എക്കോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കഴിഞ്ഞ മാസമാണ് അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. 2025 ജനുവരിയിലാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. അതിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്തെയ്യുന്നത്, ഇത്രയും ഡിലേ ആയത്. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾക്ക് വന്നത്. ലോകസഭയിൽ ഒരു മെമ്പർ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് നമ്മളെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ റിപ്ലൈ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 549 ആണ്. 6 ഫെബ്രുവരി 2025 റിപ്ലൈ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് ചോദ്യം നിലയിൽ നോക്കാം. Whether it is true that there is a shortage of air traffic controllers in the country, and if so, the details thereof. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, നിങ്ങൾ എന്താ പറയണ്ടേ, ഇതിന്റെ ഇടയ്ക്ക് ഏതൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ITC ഒക്കെ ലാസ്റ്റ് മൊമെന്റില് തകിടം മറിക്കാനൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പലതും നിങ്ങൾ. അപ്പൊ ITCയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ട്. അതായത് ഷോർട്ടേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളത് ഫില്ല് ചെയ്യണം. അതേപോലെ അവരുടെ ഡ്യൂട്ടി ടൈമിൽ ഇടക്കിടക്ക് ബ്രേക്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് 1.5 hour കൂടുമ്പോൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 45 മിനിറ്റ്സ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. The current sanction strength of ATC and the number of vacancies till 2024. The impact of this shortage on air traffic management and aviation safety. And the steps taken or proposed to be taken government to address the shortage. അതേപോലെ വർക്കിംഗ് കണ്ടീഷൻസ്, റെഡ്യൂസ് ദ അട്രീഷൻ റേറ്റ്സ് among the ATC, അതിനു വേണ്ടി എന്തെങ്കിലും മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ ഇതിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പം അതിന്റെ റിപ്ലൈ നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ഓഫ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് to ensure smooth air traffic management in accordance with the guidelines prescribed by the Directorate of DGCA is a regular process and undertaken by the Airports Authority of India based on the operational requirement of various airports. The sanctioned strength of ATCO is 5,537, 5,537 ആണ്, including 1636 posts which have been created in the recent years, and the vacancies are 1613 years on date. അതായത് ഫെബ്രുവരി 6 റിപ്ലൈ ചെയ്യുന്നത്. അതിനെ ബേസിട്ട് പറയുമ്പോൾ 1613 വേക്കൻസീസ് ഉണ്ട് ഇപ്പോ നിലവിലുണ്ട്. ഓക്കെ, 1613 വേക്കൻസീസ് ആണ് ഇപ്പോ നിലവിലുള്ളത്. അതില് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, അതേപോലെ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ വഴി കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും ഉണ്ടാവുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് കൂടുതലായിട്ടുണ്ടാവുക. എത്രയാണെന്നില്ലാതെ നമുക്കിപ്പോ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ എന്തായാലും ഹ്യൂജ് വേക്കൻസി ഉണ്ടാവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 1613 വേക്കൻസി എന്തെയാ ഇപ്പോ നിലവിലുണ്ട്. അപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ എക്സാം ഡേറ്റും വരുന്നുണ്ട് അല്ലെ. എനിക്കൊന്ന് ആ ഒരു ടെന്റേറ്റീവ് എക്സാം ഡേറ്റ്, അതേപോലെ അധികം സമയമൊന്നും കിട്ടില്ല. ഒരു 2 to 3 months ഒക്കെ കിട്ടിയാൽ ഭാഗ്യം. 2 months മിനിമം എന്തായാലും കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്. 3 months കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. അതേപോലെ അട്രിഷൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുത്തുന്ന കാര്യങ്ങളാണിത്. അപ്പോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് പറഞ്ഞാൽ 1613 വേക്കൻസി ഇപ്പൊ ഉണ്ട്. 1613 വേക്കൻസി ഇപ്പൊ ഉണ്ട്. അതിൽ കുറച്ചെണ്ണം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, കുറച്ചെന്താ ഡിപ്പാർട്ട്മെന്റൽ എക്സാം വഴിയാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.